ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് നമ്പർ 2 ടെക്സ്റ്റ് ബുക്കിൻ്റെ രണ്ടാം ഭാഗത്തിലെ ആദ്യ യൂണിറ്റ് ഇക്കായി നമ്പർ 4 യൂണിറ്റ് നമ്പർ 4-ലെ ആദ്യത്തെ ഒരു ചെറിയ പാഠമാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ഇക്കായി നമ്പർ 4 ആദ്യ പാഠഭാഗം ഒരു ചിത്രകഥയാണ്. एक छोटी ചിത്രകഥ. ചിത്രകഥ ശബ്ദത്തെ മതലബ് ചിത്രകഥ. കഥകളൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് വായിക്കുന്ന സമയത്ത് ചിത്രകഥകൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. കഥകൾ ആസ്വദിക്കാൻ നമുക്ക് ചിത്രങ്ങൾ വളരെയധികം ആസ്വദിക്കാൻ ചിത്രങ്ങൾ നമ്മൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രൂപത്തിലുള്ള ഒരു ചെറിയ ചിത്രകഥയാണ് നമ്മൾ ഈ 4ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്തിൽ വായിക്കാൻ പോകുന്നത്. तो चित्रकथा का शीर्षक है इंद्रधनुष धरती पर उतरा. ഇതിലെ മുഖ്യ കഥാപാത്രമാണ് ഇന്ദ്രധനുഷ്. ഇന്ദ്രധനുഷ് शब्द का अर्थ क्या है? मतलब वो മഴവില്ല്. ധർത്തി पर उतरा, ഭൂമിയിൽ ഇറങ്ങി. കഹാനി का शीर्षक ये है. അപ്പോൾ നമ്മൾ കഥയിലേക്ക് പോവുക. 3 പേജുള്ള 6 കോളങ്ങളുള്ള ഒരു ചിത്രകഥയാണ്. അപ്പോൾ ചിത്രകഥ ആരംഭിക്കുന്നതിന് മുമ്പ് കഥയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് 1ാമത്തെ ഭാഗത്ത്. ഞാൻ അവിടെ നിന്ന് വായിക്കാൻ പോകാൻ ശ്രദ്ധിക്കുക. ऊपर बहुत ऊंचाई पर नीले आकाश में इंद्रधनुष रहता था. कहानी का इंट्रोडक्शन है. മുകളിൽ ऊपर बहुत ऊंचाई पर വളരെയധികം ഉയരത്തിൽ നീലാകാശത്തിൽ एक इंद्रधनुष रहता था, ഒരു മഴവില്ല് താമസിക്കുന്നു. उसका नाम था സപ്തം. അതിൻ്റെ പേരായിരുന്നു സപ്തം. उसका मतलब ഏഴോളമുള്ള എന്നർത്ഥം വരുന്ന സപ്തം. അപ്പോൾ कहानी का शुरुआत ये है कि इंद्रधनुष आकाश में रहता था. ठीक है. അപ്പോൾ നമ്മൾ ആദ്യ പാഠഭാഗത്തിൻ്റെ ആദ്യ പേജിലേക്ക് പോവാണ്. यहाँ 2 खंबे है. चित्रकथा की 2 खंबे है. 2 കോളങ്ങളാണുള്ളത്. 1ാമത്തെ കോളത്തിൽ इंद्रधनुष की एक चित्रहींसा है. മഴവില്ലിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. തലയൊക്കെ കൊടുത്തിട്ടുള്ള, മുഖമൊക്കെ കൊടുത്തിട്ടുള്ള, ഫേസൊക്കെ കൊടുത്തിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ അതിൽ എന്താണ് इंद्रधनुष ചിന്തിക്കുന്നതെന്ന് നോക്കാം. ഞാൻ വായിക്കണം. ആകാശമേം രഹത്തെ രഹത്തെ മേം ഊബ് ഗയാഹോ. ആകാശത്തിൽ താമസിച്ചു ഞാൻ ഊബ് ഗയാഹും, മടുത്തിരിക്കുന്നു. ക്യോ ന ധർത്തി ഹി ചലാ ജാവും. എന്തുകൊണ്ട് എനിക്ക് ഭൂമിയിലേക്ക് പോയിക്കൂടാ? ധർത്തി ശബ്ദക്കാർക്ക് ഭൂമി. तो इंद्रधनुष सोचती है कि मैं आकाश में रहते रहते ऊब गया हूँ. अब मैं क्यों धरती पर क्यों नहीं चले जाओ? എന്തുകൊണ്ട് എനിക്ക് ഭൂമിയിലേക്ക് പോയിക്കൂടാ? ये है पहला भाग. दूसरे खंबे में सप्तम एक सुंदर सी घाटी में उतर आया. അങ്ങനെ സപ്തം എന്ന ആ ഇന്ദ്രധനുഷ് മഴവില്ല് ധർത്തി കി एक सुंदर सी घाटी में, ഒരു സുന്ദരമായ താഴ്വരയിൽ, ഘാട്ടി ശബ്ദക്കാരത്ത് താഴ്വര, ഉത്തറായ ഇറങ്ങി വന്നു. ദിൻ ഭർ വഹ് ഘാട്ടി മേ ഘൂമത്താ രഹ. ദിൻ ഭർ പകൽ മുഴുവൻ ഉസ് ഘാട്ടി പർ ആ താഴ്വാരത്തിൽ ഘൂമത്താ രഹ. ഘൂമന ശബ്ദക്കാരത്തെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേ ഇരുന്നു. അന്ധേര ഹോനേപ്പർ ഇരുട്ടായപ്പോൾ, രാത്രിയായപ്പോൾ, സന്ധ്യാസമയമായപ്പോൾ वह एक घने पेड़ के पास पहुंचा. एक घने पेड़ के पास. घना ശബ്ദക്കാർക്ക് വിശേഷണ ശബ്ദമാണ്. ഇടതൂർന്ന, തിങ്ങിയ എന്നർത്ഥമുള്ള. അപ്പോൾ ഘനെ പേട് ശബ്ദക്കാർക്ക് ഒരു വലിയ മരത്തിൻ്റെ, ഇടതൂർന്ന ഒരു മരത്തിൻ്റെ उसके पास पहुंच गया, അതിൻ്റെ അടുത്തെത്തിച്ചേർന്നു. और पेड़ से पूछता है. इंद्रधनुष पेड़ से पूछता है, മരത്തിനോട് ചോദിക്കുകയാണ്. क्या मैं तुम्हारी टहनियों पर आराम कर सकता हूँ? എന്താ मैं तुम्हारे, ഞാൻ നിന്റെ टहनियों पर, टहनी ശബ്ദക്കാർക്ക് കൊമ്പുകളിൽ ആരാം കർ സക്താ ഹും, എനിക്ക് വിശ്രമിക്കാൻ കഴിയുമോ?
ഞാൻ നിന്റെ മരച്ചില്ലകളിൽ വിശ്രമിച്ചോട്ടെ. पेड़ की जवाब क्या है? तुम मेरी टहनियों पर नहीं रह सकते. तुम मेरी टहनियों पर नहीं रह सकते. നീ എൻ്റെ ചില്ലകളിൽ താമസിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എൻ്റെ ചില്ലകളിൽ താമസിക്കാൻ കഴിയില്ല. ये तुम्हारे लिए सही जगह नहीं. ഇത് നിങ്ങൾക്ക് പറ്റിയ ശരിയായ ജഗ നഹി. ജഗ ശബ്ദക്കാർക്ക് സ്ഥലം. ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല, നിനക്ക് ഉറങ്ങാൻ പറ്റിയ സ്ഥലമല്ല എന്ന് പേടിക്ക് ജവാബ് അയ്യേ. മരത്തിൻ്റെ മറുപടി അതാവുന്നു. ഒന്നാമത്തെ ഭാഗത്തിൽ രണ്ട് കോളങ്ങളാണ്. നമ്മൾ രണ്ടാമത്തെ പേജിലേക്ക് പോവുകയാണ്. ഇവിടെയും രണ്ട് കോളങ്ങളാണ് ഉള്ളത്. पहले गंबा में धक्का हारा सप्तम आगे बढ़ा. അങ്ങനെ മൂന്നാമത്തെ കോളത്തിൽ പറയുന്നത് ധക്ക ക്ഷീണിച്ച, ഹാര പരാജയപ്പെട്ട, സപ്തം ആ സപ്തം എന്ന മഴവില്ല് ആകെ പഠ മുന്നേറുക, മുന്നോട്ട് പോയി. एक निर्जर के पास पहुंचा. അവൻ എവിടെ എത്തിച്ചേർന്നു? एक निर्झर. निर्झर ശബ്ദക്കാർക്ക് അരുവി. ഒരു അരുവിയുടെ അടുത്ത് എത്തിച്ചേർന്നു. और निर्जर से पूछता है. എന്നിട്ട് അരുവിയോട് ചോദിക്കുകയാണ്, आज की रात में मैं तुम्हारे पानी में सो जाऊं. आज के रात में ഇന്നത്തെ രാത്രിയിൽ मैं तुम्हारे पानी में ഞാൻ നിങ്ങളുടെ വെള്ളത്തിൽ സോജാവും, നിങ്ങളുടെ ശരീരമാവുന്ന വെള്ളത്തിൽ ഞാനിന്ന് ഉറങ്ങട്ടെ. നിർച്ചർക്ക് ജവാബ് കിയ ഹൈ. എന്തായിരുന്നു മറുപടി? മാഫ് കരോ ബായി. സോറി, എനിക്ക് മാപ്പ് നൽകിയാൽ. കിസി ഝർണേക്കെ പാനിമേ. ഏതെങ്കിലും അരുവിയുടെ വെള്ളത്തിൽ, ഝർണേക്കി പാനിമേ അരുവിയുടെ വെള്ളത്തിൽ ഇന്ദ്രധനുഷ് കേസേ രഹ സക്താ ഹൈ. എങ്ങനെയാണ് മഴവില്ലിന് താമസിക്കാൻ കഴിയുക? ഒരിക്കലും മഴവില്ലിന് അരുവിയിൽ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അഗ്ലേ ഗംഭേ അടുത്ത കോളത്തിൽ സപ്തം ഏക്ക് ലഡ്കേക്ക് പാസ് ഗയ. പിന്നീട് സപ്തം ആ മഴവില്ല് ഏക്ക് ലഡ്കേക്ക് പാസ് ഗയ, ഒരു ചെറിയ കുട്ടിയുടെ അടുത്തേക്ക് പോയി. और लड़के से पूछता है. എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കണം, क्या मैं तुम्हारे घर में आराम कर सकता हूँ? എന്താ ഞാൻ അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ കഴിയുമോ? ഞാൻ നിൻ്റെ വീട്ടിൽ വിശ്രമിക്കട്ടെ. ആരാം കർണ ക്രിയാശബ്ദമാണ് വിശ്രമിക്കുക. ലഡ്കേക്ക ജവാബ് കിയ ഹൈ. എന്തായിരുന്നു കുട്ടിയുടെ മറുപടി? ക്യോ നഹി, വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റില്ല? തും ജറൂർ യഹാം ആരാം കർ സക്തേ ഹോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ താമസിക്കാവുന്നതാണ്. ജറൂർ ശബ്ദക്കാർക്ക് തീർച്ചയായിട്ടും. അബ് തോ മേരാ അപ്ന ഇന്ദ്രധനുഷ് ഹോഗ. അപ്പോൾ ഇപ്പം മുതൽ നിങ്ങളെൻ്റെ സ്വന്തം ആരാവും? മഴവില്ലായിത്തീരും. താങ്കൾ തീർച്ചയായിട്ടും ഇവിടെ വിശ്രമിച്ചോളൂ. അപ്പോൾ 2 പേജുകളിലൂടെ 4 കോളങ്ങൾ നമ്മൾ വായിച്ചു. ഇനി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. മൂന്നാമത്തെ പേജിൽ തീസരെ പന്നേമേ യഹാ ബി 2 ഖംബേ ഹേ. 2 കോളങ്ങളുണ്ട്. പഹലെ ഗൊമ്പേമേ ആദ്യത്തെ കോളത്തിൽ ഇന്ദ്രധനുഷ് രാത്രിയിൽ ഉസ് ചോട്ടെ ബച്ചേക്ക് ചോംപടി മേ രഹനെ ലഗതാ ഹൈ. ആ ചെറിയ കുട്ടിയുടെ കുടിലിൽ താമസിക്കാൻ തുടങ്ങുകയാണ്. രാത്രി അവിടെ വിശ്രമിക്കാൻ തുടങ്ങും. तो क्या है? അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഴവില്ല് കുടിലിൻ്റെ അകത്തേക്ക് പോയപ്പോൾ അതിൻ്റെ ആ 7 നിറമുള്ള പിന്നെ അതിൻ്റെ സുന്ദരമായ ദൃശ്യഭംഗി ഇല്ലാണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കാം. ചോമ്പടിക്ക് അന്ധകാർമേ, കുടിലിൻ്റെ ആ ഇരുട്ടിൽ, അന്ധകാർ ശബ്ദക്കാലത്ത് ഇരുട്ടിൽ സപ്തം കെ സുന്ദർ രംഗ്, ആ മഴവില്ലിൻ്റെ സുന്ദരമായ രംഗ് ശബ്ദക്ക മതലബ് ക്യാ ഹൈ? നിറം. ദിക്കായി നെഹി ദേ രഹേ ദേ, കാണാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പം അകത്ത് കയറിയ ആ മഴവില്ലിന് നിറങ്ങൾ കാണാൻ കഴിയുന്നില്ലായിരുന്നു. വഹു ഉദാസ് ഹോ ഗയ. അപ്പോൾ ആ മഴവില്ല് ഉദാസ് ഹോ ഗയ, സങ്കടപ്പെട്ടു. തബ് ലഡ്കേനെ ഇന്ദ്രധനുഷ് സെ പൂछता है. ആ ആൺകുട്ടി ഇന്ദ്രധനുഷിനോട് ചോദിക്കാം, തും അപ്പനെ ആകാശ് സെ ഭാഗ് ക്യോ ആയേ? നിങ്ങളുടെ ആകാശത്ത് നിന്ന് ക്യോ ഭാഗ് ആയേ? വൈ, എന്തിനാണ് ഓടി വന്നത്? നിങ്ങൾ എന്തിനാണ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഓടി വന്നത്? तो इंद्रधनुष की जवाब क्या है? यहाँ के पेड़ पौधे, ഇവിടത്തെ വൃക്ഷലതാദികൾ, പേട്
पौधा शब्द का अर्थ ചെടി. पेड़ पौधे शब्द का मतलब क्या है? वृक्षलतादिകൾ. ഭൂമിയിലെ വൃക്ഷലതാദികൾ, നദികൾ, പഹാഡ് പർവ്വതങ്ങൾ, और फल फूल പിന്നെ പഴങ്ങൾ, പൂക്കൾ, ആകാശ से कितने सुंदर दिखाई देते हैं. ആകാശത്തിൽ നിന്ന് കാണുമ്പോൾ വളരെയധികം സുന്ദരമായി കാണപ്പെടുന്നു. അപ്പോൾ ആകാശത്ത് നിന്ന് നോക്കിയാൽ ഇതെല്ലാം ഭൂമിയിലെ ഈ സൗന്ദര്യങ്ങളായ വൃക്ഷലതാദികൾ, നദികൾ, പർവ്വതങ്ങൾ, പൂക്കൾ, ഫലങ്ങൾ എല്ലാം വളരെ ഭംഗിയായിട്ട് കാണുന്നു. और इसलिए आया, അതായിരുന്നു മറുപടി. അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ അന്ന് രാത്രി അവിടെ ചിലവഴിച്ച ശേഷം പിറ്റേ ദിവസം ദൂസരേ ദീൻ, രണ്ടാമത്തെ ദിവസം അഗലി സുബഹ്, അവസാനത്തെ കോളത്ത് കൊടുത്തിട്ടുള്ളതാണ് അഗലി സുബഹ്. സുബഹ് ശബ്ദക്കാർത്ത് പ്രഭാതം. അഗലി സുബഹ്, അടുത്ത പ്രഭാതത്തിൽ എന്താ സംഭവിച്ചേ? ഇന്ദ്രധനുഷ് അപ്പന ഘർ ലൗട്താ ഹെ, തൻ്റെ വീട്ടിലേക്ക് മടങ്ങുക, ആകാശത്തിലേക്ക് മടങ്ങുക. തബ് ഉസ് ബच्चे से कहते हैं, ആ കുട്ടിയോട് പറയാം, अपने घर में मुझे रहने दिया, തൻ്റെ വീട്ടിൽ എന്നെ താമസിക്കാൻ അനുവദിച്ചു. बहुत शुक्रिയ, വളരെയധികം നന്ദിയുണ്ട്. अब मुझे वापस जाना है, ഇപ്പോൾ എനിക്ക് വാപ്പസ് ജാനാ ഹെ, ലൗട്ട്നാ ഹെ, ഇപ്പം എനിക്ക് മടങ്ങി പോവേണ്ടതുണ്ട്, ഞാൻ മടങ്ങുകയാണ് എന്ന് ഇന്ദ്രധനുഷ് कहता है, പറയുന്നു. ലड़के ഉസെ വിദാ ദി, അങ്ങനെ ആ കുട്ടി ഉസെ അവനെ വിദാ ദി, വിട നൽകി. വിദ ശബ്ദക്കാർത്ത് വിട, വിദാവന, വിദ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? വിട നൽകുക. വർഷാക്കി ബൂന്തേം ബർസനെ ലഗി, അങ്ങനെ അപ്പോൾ വർഷാക്കി ബൂന്തേം, മഴത്തുള്ളികൾ ബർസനെ ലഗി, വർഷിക്കാൻ തുടങ്ങി. ബർസന വർഷിക്കുക, പെയ്യുക, മഴ പെയ്യാൻ തുടങ്ങി. മഴത്തുള്ളികൾ വർഷിക്കാൻ തുടങ്ങി. പൂർവമേ സൂര്യക്ക് കിരണേം ഛലക്കനെ ലഗി, കിഴക്ക് സൂര്യൻ്റെ കിരണങ്ങൾ തിളങ്ങാൻ തുടങ്ങി. കിഴക്ക് ഭാഗത്ത് സൂര്യകിരണങ്ങൾ ഛലക്കന, ക്രിയാശബ്ദമാണ് തിളങ്ങുവാൻ തുടങ്ങി. സാത്ത് രംഗോം വാല ഇന്ദ്രധനുഷ്, 7 നിറമുള്ള ഇന്ദ്രധനുഷ് ചമക്കിനെ ലഗ, തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിയ, ആകാശത്തിലേക്ക് എത്തിയ മഴവില്ല് കേസലക എങ്ങനെയായിട്ട് തോന്നി? ചമക്കിനെ ലഗ, തിളങ്ങാൻ തുടങ്ങി. സപ്തം ഫിർസെ, വീണ്ടും ആ സപ്തം എന്ന ഇന്ദ്രധനുഷ് അപ്പന ഘർ പഹുഞ്ച് കയാത, തൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ ഇന്ദ്രധനുഷ് വാപ്പസ് അപ്പനെ ഘർ പഹുഞ്ചതാ ഹെ, മടങ്ങി തൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്നു. ऐसे 6 गंबों वाला एक छोटी सी चित्रकथा है ये, इसका समाप्त हुआ है. ठीक है बच्चे खूब पढ़ना चाहिए, अच्छे से पढ़ना चाहिए. ठीक है, शुक्रिया.